മോദിയുടെ ഇന്ത്യയെ തൊട്ടുകളിക്കാൻ ഇതുവരെ ശത്രു രാജ്യമായ ചൈനയ്ക്കായിട്ടില്ല. പ്രധാനമന്ത്രി മോദി ഭരണമേറ്റതിന് പിന്നാലെ ഇതുവരെ ഇന്ത്യയുടെ ഒരിഞ്ച് ഭൂമിയിൽ പോലും ചൈനയ്ക്ക് കയ്യേറാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വെളിപ്പെടുത്തുകയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധകാലത്ത് അസമിനോട് ബൈ ബൈ പറഞ്ഞ നെഹ്റുവിനെ ജനങ്ങൾ മറക്കില്ലെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. അസമിലെ ലിംഗ്പൂരിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടയിലാണ് ഇന്ത്യയിലെ ഒരു ഇഞ്ച് ഭൂമിയിൽ കയ്യേറാൻ ചൈനയ്ക്കായിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കേന്ദ്രത്തിലെ BJP നേതൃത്വത്തിലുള്ള സർക്കാർ ബംഗ്ലാദേശുമായുള്ള രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷിതമാക്കിയിരിക്കുന്നതായും നുഴഞ്ഞുകയറ്റം അവസാനിപ്പിച്ചതായുമായിട്ടാണ് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുന്നത്. അസമിലെ 80% മേഖലകളിലും അബ്സ നിയമം എടുത്തുമാറ്റി മുസ്ലിം വ്യക്തിഗത നിയമം കൊണ്ടുവരണമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. എന്നാൽ BJP ഏകീകൃത വ്യക്തി നിയമം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്നും അസമിലെ BJP റാലിയിൽ അമിത്ഷാ വ്യക്തമാക്കി. ഇപ്പോൾ ചൈനയ്ക്ക് നമ്മുടെ ഒരു ഇഞ്ച് ഭൂമി പോലും കയ്യേറാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഡോക്ലാമിൽ പോലും നമ്മൾ അവരെ പിന്നോട്ട് തള്ളിയെന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. ലഡാക്കിലും പരിസര പ്രദേശങ്ങളിലും ഇന്ത്യയുടെ ഭൂപ്രദേശം കയ്യേറുന്നതുമായി ആരോപിക്കപ്പെടുന്ന ചൈനയ്ക്കെതിരെ BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കർശനമായി പെരുമാറുന്നില്ല എന്ന പ്രതിപക്ഷം ഇക്കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ഇതിന് മറുപടിയാണ് അമിത്ഷാ നൽകിയത്. ബംഗ്ലാദേശുമായുള്ള അസമിന്റെ അതിർത്തി നേരത്തെ തന്നെ നുഴഞ്ഞുകയറ്റത്തിന് തുറന്നിരുന്നുവെന്നും തുടർന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അസമിന്റെ സംസ്കാരം സംരക്ഷിക്കണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. തന്റെ മുത്തശ്ശി അസമിനോട് ചെയ്തത് എന്താണെന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആയിരക്കണക്കിന് യുവാക്കളെ വഴിതെറ്റിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. നരേന്ദ്രമോദി 10ലധികം സമാന ഉടമ്പടികളിലാണ് ഒപ്പുവെച്ചത്. അസമിൽ സ്ഥിരത കൊണ്ടുവന്നു. 9000-ലധികം ആളുകൾ കീഴടങ്ങി മുഖ്യധാരയിൽ ചേർന്നു. അതേസമയം കരയിൽ നിന്നോ വായുവിൽ നിന്നോ കടലിൽ നിന്നോ ആരെങ്കിലും ഇന്ത്യയെ ആക്രമിച്ചാൽ നമ്മുടെ സൈന്യം ശക്തമായി തന്നെ പ്രതികരിക്കും. അത് ഏതറ്റം വരെ പോയും യുദ്ധം ചെയ്യാനുള്ള എല്ലാ ശേഷിയും ഇന്ത്യ ഇപ്പോൾ കൈവരിച്ചിരിക്കുകയാണ്. ഇതുവരെ ഇന്ത്യ ഒരു രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ല, ആരുടെയും ഒരു ഇഞ്ച് ഭൂമി പോലും കൈവശപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ആരെങ്കിലും ഇന്ത്യ ആക്രമിച്ചാൽ ഇന്ത്യ വെറുതെ ഇരിക്കില്ല. ആ കാലമൊക്കെ പോയിരിക്കുന്നു. ഇനി തിരിച്ചടികളുടെ കാലമാണ്. ശത്രുക്കൾക്ക് ഉചിതമായ മറുപടി നൽകുന്ന യുദ്ധമായിരിക്കും ഇനിയുണ്ടായാൽ നടക്കാൻ പോകുന്നത്. കാശ്മീരിലും ലഡാക്കിലും വടക്ക് കിഴക്കൻ മേഖലയിലും ചൈനയുമായുള്ള സംഘർഷം തുടരുന്നതിനെ കുറിച്ചുള്ള മറച്ചുവെക്കാത്ത ഒരു പരാമർശം തന്നെയാണ് ഇതെന്നാണ് വ്യക്തമാക്കുന്നത്. ഏത് സമയത്തും ഇന്ത്യൻ ഭൂമി കയ്യേറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയിലെ ജനങ്ങളെ സ്വാതന്ത്ര്യം നൽകാതെ ഇപ്പോഴും തോക്കിൻ മുനയിൽ നിർത്തിയാണ് ഭരിക്കുന്നത്. അവകാശവും നീതിയും ന്യായവും ചോദിക്കുന്നവരെ ചൈനീസ് പോലീസ് വെടിവെച്ച് കൊല്ലുകയാണ്. എന്നാൽ ഒരു ജനകീയ മുന്നേറ്റം ചൈനയിൽ ഇപ്പോഴും ഉണ്ടാകും. അവിടുത്തെ ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കൊടുങ്കാറ്റാണ്. ഇത്തരത്തിൽ ജനങ്ങൾ ഇളകിയാൽ പോലും അതെല്ലാം മറച്ചുവെക്കാൻ ചൈന ഇന്ത്യയെ ആക്രമിക്കുമെന്നാണ് കരുതുന്നത്. കിഴക്കൻ ലഡാക്കിലെ കർഷണ കേന്ദ്രങ്ങളിൽ നടന്ന ഏറ്റുമുട്ടലുകളെ തുടർന്ന് ഏകദേശം 4 വർഷമായി ഇന്ത്യ ചൈന അതിർത്തി ഇവിടെ പൂട്ടിയിരിക്കുകയാണ്. ഇരു രാജ്യങ്ങൾക്കും നടുക്കുള്ള 1 കിലോമീറ്ററിലധികം ആരും പ്രവേശിക്കാൻ പാടില്ലാത്ത ബഫർ സോണാണത്. ഇപ്പോഴും ഇവിടെ സൈനികർ ഇരുപക്ഷത്തും കടുത്ത നിലപാടിലാണ്. പകയുടെ പുക തന്നെയാണ് ലഡാക്ക് അതിർത്തിയിൽ ഇരുപക്ഷത്തും ഉയരുന്നത്. തർക്കം പരിഹരിക്കുന്നതിനുള്ള വിച്ഛേദിക്കലിനും തീവ്രത കുറയ്ക്കുന്നതിനുമുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായി ഡൽഹിയും ബീജിംഗും തമ്മിലുള്ള കോർപ്പസ് കമാൻഡർ തരത്തിലുള്ള 20ാം റൗണ്ട് ചർച്ചകളടക്കം ഒക്ടോബറിൽ നടന്നിരുന്നു. എന്നിട്ടും ഫലമുണ്ടായില്ല. തുടർന്ന് ഡൽഹിയിൽ നിന്നൊരു തിങ്ക് ടാങ്ക് പരിപാടിയിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ രാജ്യങ്ങൾക്കിടയിൽ സമാധാനം ഉറപ്പാക്കാൻ അതിർത്തി മാനേജ്മെന്റ് ഉടമ്പടികൾ പാലിക്കാൻ ബീജിംഗിനോട് ആവശ്യപ്പെട്ടു. ഇതിനെല്ലാം പിന്നാലെയാണ് യുദ്ധത്തിന് തയ്യാർ എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഒരു പ്രഖ്യാപനമുണ്ടായത്. ഇന്ത്യ ചൈന ബന്ധം നിലവിൽ വഷളായിരിക്കുകയാണ്. എന്നാൽ എല്ലാവരുമായും നല്ല ബന്ധമാണ് ഡൽഹി ആഗ്രഹിക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. ഗാൽവാനിൽ ചൈനീസ് സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ നമ്മുടെ സൈനികർ കാണിച്ച ധൈര്യത്തെയും അദ്ദേഹം പ്രശംസിച്ചു. ഇന്ത്യക്കാരും ഇന്ത്യൻ സൈന്യവും ദുർബലരല്ല എന്ന് ലോകത്തെ കാണിച്ചു കൊടുത്തവരാണ് നമ്മുടെ ഗാൽവാനിലെ ധീര ജവാന്മാരെന്നായിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.